ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, സുവർണ ക്ഷേത്രത്തിലെ വെടിവെപ്പ് നടന്നിരിക്കുന്നു. ശിരോമണി അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെയാണ് വെടിയുതിർത്തിരിക്കുന്നത്. വെടിയുതിർത്തയാളെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. നാരായൺ സിംഗ് എന്ന ആളാണ് വെടിയുതിർത്ത്. ഈ വെടിയുതിർക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്ത് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇനി ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും സംഘടനകളുണ്ടോ? കാരണം ഖാലിസ്ഥാൻ സംഘടനകളൊക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് പഞ്ചാബിൽ ഇതുപോലെ അവർക്കെതിരെ ശബ്ദമുയർത്തുന്ന നേതാക്കളെ കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടത്താറുണ്ട്. ഇനി അത്തരത്തിലാണോ എന്നറിയില്ല. ഏതായാലും നാരായൺ സിംഗ് എന്നൊരാളെ ഈ പിടികൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സുഖ്ബീർ സിംഗ് ബാദൽ അവിടെ മതപരമായ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. അതായത് ഈ സുവർണക്ഷേത്ര സിഖ് സമുദായത്തിന് എതിരെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ ഈ ക്ഷേത്രം ഒരു ശിക്ഷാവിധി അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതായത് അവിടെ എത്തുന്നവരുടെ പാദരക്ഷകൾ മറ്റും വൃത്തിയാക്കണം എന്നുള്ളതായിരുന്നു ശിക്ഷ. ആ ശിക്ഷ ചെയ്യുന്നതിനിടയിലാണ് വെടിയുതിർത്ത്. 2 തവണയാണ് ആക്രമി ബാദലിന് നേരെ വെടിയുതിർത്ത്. തലനാരിഴയ്ക്കാണ് ബാദൽ രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർ പെട്ടെന്ന് തള്ളി മാറ്റിയത് കൊണ്ട് മാത്രമാണ് വലിയ അപകടത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. ഏതായാലും സുവർണ ക്ഷേത്രത്തിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. നമുക്കറിയാം, സുവർണ ക്ഷേത്രം എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനൊക്കെ കൊണ്ട് വളരെ പരിചിതമാണ് ആളുകൾക്കെല്ലാം തന്നെ. അവിടെയാണ് വീണ്ടും ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെ ഒരാൾ വന്ന് ഈ ബാദലിന് നേരെ വെടിയുതിർക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.